ആവശ്യം നിൽക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ പറയാതെ ഒരു പ്ലേ സ്റ്റേഷൻ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ വീട്ടുകാരുടെ റിയാക്ഷൻ? ഇന്ന് ഞാൻ ഒരു പ്ലേ സ്റ്റേഷൻ വാങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. കാലങ്ങൾക്ക് ശേഷം ആഗ്രഹത്തിൻ്റെ പുറത്ത്. അത് വീട്ടിലറിയില്ല. എന്തായിരിക്കും വീട്ടുകാരുടെ റിയാക്ഷൻ എന്ന് നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. എനിക്ക് നല്ല നീരുവീഴ്ച ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്താണ്, നമ്മുടെ പ്ലേ ബോക്സിലാണ് കേട്ടോ. നമ്മൾ എടുക്കാൻ വേണ്ടി വന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓർഡർ ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. സാധനം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ 12 മണിക്ക് ആവിക്ക് പിള്ളേരുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഞാൻ ഇവിടെ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധനം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലേ സ്റ്റേഷൻ വരണത്. പ്ലേ സ്റ്റേഷൻ 4 ആണ് എടുത്തിരിക്കുന്നത്. 1 TB എടുത്തിരിക്കുന്നത് കേട്ടോ. പ്ലേ സ്റ്റേഷൻ 4 1 TB. പിന്നെ ഇത് എടുത്തിട്ടുണ്ട് PS4-ൻ്റെ തന്നെ കൺട്രോളർ, സൈബർ ബങ്കിൻ്റെ ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നതാണ് കേട്ടോ. ഇത് ഫസ്റ്റ് കോപ്പി വരുള്ളൂ. ഒറിജിനൽ ഇത്രയും കാലം പഴക്കമുള്ളതല്ലേ, അപ്പോൾ സെയിം തന്നെയാണ് കേട്ടോ. ഒറിജിനലും ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് ഞാൻ രണ്ടും കളിച്ച് നോക്കിയ വെയിറ്റിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ PS4 എടുത്തിട്ടുണ്ട് കേട്ടോ. PS4 കോൾ ഓഫ് ഡ്യൂട്ടി അഡ്വാൻസ്ഡ് വാർഫെയർ പറഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് ടൂറിസ്മോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗെയിമാണ്, നമ്മുടെ കാർ ഗെയിം, കൺട്രോളിംഗ് ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എടുത്തത് നമ്മുടെ പ്ലേ ബോക്സിൽ നിന്നാണ് കേട്ടോ. പ്ലേ ബോക്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാലം കുറേ മുന്നേ ഇവരുടെ വാട്സപ്പ് ചാനലുണ്ടല്ലോ, സ്റ്റാറ്റസ് അല്ലാതെ വാട്സപ്പ് ചാനൽ എന്ന് പറഞ്ഞതിൽ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നും വരുമ്പോൾ ഞാനിങ്ങനെ നോക്കും, ഇതെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നീട്ടി അവസാനം രണ്ടും കൽപ്പിച്ചെടുത്തു. ഇത് വീട്ടിലാർക്കും അറിയില്ല, അതാണ് ഏറ്റവും വലിയ സത്യം. അമ്മ എന്നെ കൊല്ലുന്നു ഉറപ്പാണ്, കാരണം കാശൊന്നും ചിലവാക്കരുത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ ബിസിനസ്സിൻ്റെ ഫണ്ടിൽ നിന്നൊന്നല്ല കേട്ടോ, കയ്യിൽ നിന്ന് സ്വന്തം ഇതിൽ നിന്നാണ്. മീൻസ് സ്വന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഫണ്ട് തൊട്ടിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്നല്ല, യൂട്യൂബിൻ്റെ ഇതിൽ നിന്നാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം അമ്മേനെ ഒന്ന് സോപ്പിട്ട് നിർത്താൻ വേണ്ടിയിട്ട്. അറിയില്ല എന്താകും എന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് നമുക്ക് കാശ് ഉള്ള സമയത്ത് നമുക്ക് സമയം ഉണ്ടാവില്ല. സമയമുള്ള സമയത്ത് നമുക്കിതൊന്നും കളിക്കാനുള്ള അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനുള്ള ഫണ്ടും നമ്മുടെ കയ്യിലുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഇത് വാങ്ങാൻ ദൈവം അനുഗ്രഹിച്ച് ഇത് വാങ്ങാനുള്ള കാശ് കയ്യിൽ കിട്ടി, പക്ഷേ ഇത് കളിക്കാനുള്ള സമയം എനിക്കില്ല. നാളെ ഇനി നമ്മുടെ ബിസിനസ്സിൻ്റെ ഷോപ്പ് നോക്കലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് വീണ്ടും ഇറങ്ങണം. യൂട്യൂബിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൈഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. 2 മാസം കഴിയുമ്പോൾ ഞാൻ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ട് വിൽക്കാൻ ചിലപ്പോൾ വരും കേട്ടോ. എനിക്കത് തോന്നണം, എനിക്കറിയില്ല. ഭയങ്കര ഒരു സമയം എന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ. ഞാൻ ഇത് പറയണതല്ല, ഈ എല്ലാം കൂടി ആകുമ്പോൾ ഞാൻ പറയും ഇതൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങണതാണ് കേട്ടോ. ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങണതാണ്. അപ്പോൾ ഇവിടെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. PS4-ലത്തെ കളിക്കണ ഗെയിം, ഇത് PS5-ൽ കളിക്കണത്. അതതിൻ്റെ ജോയ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. ഡ്യുവൽ ഷോക്ക് 3 എന്ന് പറഞ്ഞിട്ട് PS3 അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷോപ്പ് വരണത് കേട്ടോ. ഇവിടെ നമ്മുടെ ഒരു സുഹൃത്താണ്. എവിടെയായിരുന്നു പേര്? ഞാൻ വിട്ടുപോയി. ഷിഫാൻ ബ്രോയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് കേട്ടോ ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു ആളെ ജിഷ്ണു, ഞാൻ ഫോൺ വിളിച്ച് വാട്സാപ്പിൽ സംസാരിക്കുന്നത് ജിഷ്ണു ബ്രോൻ്റെ അടുത്താണെന്നുണ്ട്. ബ്രോൻ്റെ അടുത്ത് തന്നെയാണോ? ഞാൻ ഓക്കെ. അപ്പോൾ ജിഷ്ണു ബ്രോനും ഒരു ഷൗട്ട് ഔട്ട് ഉണ്ട് കേട്ടോ. കാലം കുറച്ചധികം അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എത്ര, അതിൻ്റെ റേറ്റ് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിള്ളേരുകൾ ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. എടാ നിങ്ങളൊക്കെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ? കാണാറുണ്ടോ? ഹായ്. അവർ സൈക്കിളിൻ്റെ പരിപാടികളൊക്കെ കാണാറുണ്ടെന്നാണ് കേട്ടോ. നിങ്ങൾ ഗെയിം കളിക്കാൻ വന്നതാ, വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ? അടിപൊളി. അവർ ഇതേതാ ഗെയിമിൻ്റെ പേര്? ഗോഡ്സില്ല. ഓക്കെ. അതിൻ്റെ എന്തോ സംഭവം ഗെയിം കാരണം PS5 അല്ലേ? PS5 കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 2 പേര് ഇവരെന്തോ ഡിസ്റ്റർബ് ചെയ്യണ്ട കേട്ടോ. ഇവർ കാർ ഓടിച്ചുകൊണ്ടിരിക്കുക. എടാ ഗിയർ മാറ്റി. സെറ്റ്. ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. സ്റ്റിയറിംഗ് വീല് അത് ഗെയിമിലേക്ക് കണക്ട് ചെയ്തിട്ട് കേട്ടോ. അങ്ങനെയാണ് സംഭവം വരുന്നത്. ഇവിടെയും PS5 തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ റൂമിലും PS5 കാര്യങ്ങളൊക്കെ കളിക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. മണിക്കൂറിനാണ് എമൗണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പോയി കളിച്ചിരുന്നു. ഞാൻ ഇങ്ങനെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൃശ്ശൂർ തന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, PS5 ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരെണ്ണം വാങ്ങി വെക്കാം, സമയമില്ലെങ്കിലും ഇതില്ലെങ്കിലും ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടും കളിപ്പിച്ചിട്ടാണ് വാങ്ങണത് എന്തായാലും. അപ്പോൾ ഞാൻ ബാക്കി പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ഇതും കൊണ്ട് പോകണം, അതാണ് ഒരു ചടങ്ങുള്ളത് കേട്ടോ. ഈ ബാഗിൽ കൊള്ളില്ല, ഇതെങ്ങനെയും കുത്തി കയറ്റിയിട്ട്
അനിയനെ സർപ്രൈസ് ആയിരിക്കും. ഞാനൊരു സൈക്കിളിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അനിയനെ പിടിച്ച് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട കേട്ടോ. അപ്പോൾ എന്തായാലും പാക്ക് ചെയ്തിട്ട് പയ്യെ നമുക്ക് വീട്ടിൽ പോകാൻ സുഹൃത്തുക്കളെ. പ്ലേ ബോക്സ് ക്ലബ്ബ് കേട്ടോ, പ്ലേ ബോക്സ് ക്ലബ്ബ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി നോക്ക്. ഞാൻ കുറേ കാലം അവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിൻ്റെയൊക്കെ വില ചോദിച്ചിട്ട്. എല്ലാം ആ വാട്സപ്പ് ചാനൽ വഴി അവർ അപ്ഡേറ്റ് ചെയ്യും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇവരുടെ എല്ലാം അഫോർഡബിൾ റേറ്റ് ആണ്. ഇതാണ് 30 മിനിറ്റ്സിന് സിംഗിൾ 80 ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ. സോ യാ, പേയ്മെൻറ്റ് ചെയ്തിട്ട് പോട്ടെ കേട്ടോ. ജോഹൻ 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 ഇതിങ്ങനെ വയ്ക്കാട്ടാ. അവൻ വരണുള്ളോ എൻ്റെ മോനെ. എത്ര വട്ടം വിളിക്കണം എൻ്റെ മോനെ? നിന്നെ എത്ര വട്ടം വിളിച്ചു ഞാൻ? കംപ്ലൈൻറ്റാ? ഫോൺ വിളിക്കുമ്പോൾ കിട്ടില്ല അല്ലേ? കംപ്ലൈൻറ്റാ. ഒരു സാധനം കാട്ടി തരട്ടെ? അമ്മ അറിഞ്ഞിട്ടില്ല. PS4 അപ്പൊ നീ ഇത് വാങ്ങാനാണോ പോയേ? ബെസ്റ്റ്. അമ്മ അറിഞ്ഞ എന്ത് സംഭവിക്കും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ബന്ധം. അപ്പൊ നീ കളിക്കും വേണ്ട, നീ ആയിട്ട് ബന്ധല്ലേ? ഞാൻ കൂടെക്കാം. നീ ആയിട്ടൊരു ബന്ധല്ലേ? അമ്മാമേ സാരി എടുത്തിട്ട് പോയ അമ്മാമ അതേ ടിവിയില് കാണും. ക്യാമറയിൽ അങ്ങനെ സാധനം പോയാൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കില്ലേട്ടാ. അമ്മാമ ഇങ്ങോട്ട് വരെ ഇരിക്കോട്ടാ, വീഡിയോ എടുക്കാണേ. സീനായാലും ഇപ്പൊ എന്താ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അമ്മ വന്നാൽ എന്ത് സംഭവിക്കും? അമ്മനെ കാണിക്കണ്ട. അമ്മനെ കാണിക്കാണ്ട് എന്ത് പറയും? എനിക്കാണെങ്കിൽ നല്ല കോൾഡും നല്ല ഇതുകൊണ്ട്. എറണാകുളത്ത് പോയിട്ട് ഞാൻ സാധനം എടുത്തിട്ട് പോന്നു. അപ്പോൾ PS4 ഇനി അമ്മ വരുമ്പോഴാണ് ബാക്കി സംഭവം ബഹുലമായ കാര്യങ്ങൾ നടക്കാട്ടാ. എന്തായാലും നോക്കി നോക്കാം. ഒരു രക്ഷയില്ല ഗൈസ്, ഭയങ്കര നീരുവീഴ്ചയും ഇതുകൊണ്ടാ. ഞാൻ കുളിച്ച് ഒന്ന് ഫ്രഷായി സംഭവങ്ങളൊന്ന് അൺബോക്സ് ചെയ്ത് വീട്ടിൽ വെച്ചൊന്ന് കാണട്ടെ കേട്ടാ. വീട്ടിൽ വെച്ചിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം. സോ നമുക്ക് ചെറുതായിട്ടൊരു അൺബോക്സിങ് ഇവിടെ നടത്താം സുഹൃത്തുക്കളെ. സോ ഇത് ഇവര് ഫുള്ള് ബോക്സ് ആക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നു. ഇത് 2012 അങ്ങോട്ട് ഇറങ്ങി നോക്കണേട്ടാ. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്നവർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. 2016 വെർഷനാണ് കേട്ടാ. അവർ 1 വർഷം ചെക്കിൻ വാറണ്ടിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതില് നമുക്ക് ഇതാണ് ബോക്സ് വരുന്നത്. ഇതിന് എത്ര രൂപ കൊടുക്കാം? ഇത് കളിക്കണ ഒരു സാധന, ടിവിയിൽ കളിക്കണ ഒരു സാധനം. ഇത് എത്ര രൂപ കൊടുക്കാം? അതിന് എത്ര രൂപ കൊടുക്കാതെ? ഇതാണ് സാധനം PS4 എന്ന് പറയുന്നത്. എത്ര രൂപ കൊടുക്കാം അതിന്? കനുണ്ട്, വെയിറ്റ് നോക്കിയ തൂക്കത്തിലെ കാശ്. വെയിറ്റില്ലേ? വെയിറ്റില് എത്ര രൂപ കൊടുക്കാം? 2000. ആ, അതിന്റെ അപ്പുറത്ത് ഒരു 10 ഗുണിയും വരും. 10 ഗുണി കനത്തിനാ വാല് പറഞ്ഞ തൂക്കി വെക്കായിക്കോട്ടെ. ആരും വരുമ്പോ വെറുതെ പറഞ്ഞതാ. വെയിറ്റിനാ കാശെന്ന് പറഞ്ഞപ്പോഴേ പറയാൻ പറ്റില്ലേ. പ്രായമായിട്ടുള്ള ആളാ. എത്ര വയസ്സായി അറിയോ? 75 വയസ്സാ, 80 വയസ്സാണ്. 80 വയസ്സിന് മേലെ ആയിട്ടുണ്ട് കേട്ടാ. സോ ഇതാണ് PS4 1 TB ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. 1 TB ഒരു വട്ടം ഞാൻ അവിടെ വെച്ച് ബോക്സ് അല്ല കാട്ടിയെന്നുള്ളൂ. പിന്നെ അവര് ഇതിൻ്റെ ഉള്ളിൽ വേറെ ഇത് തന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഏതാ തന്നോക്കണേന്ന് അറിയോ? വേറെ ഇതിൻ്റെ കവറും സാധനങ്ങളും തന്നിട്ടുണ്ട് കേട്ടോ. കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കേബിളും സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ സെപ്പറേറ്റ്
അവർ പുതിയ കേബിൾ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. കാരണം അന്നത്തെ കാലത്തൊന്നും എന്തായാലും ഇത്രയും പുതിയതായിട്ടിരിക്കില്ല. അതുകൊണ്ട് 3 കേബിള്. ഇത് പവർ കേബിള്, ചാർജ് നമ്മുടെ കൺട്രോളറായിട്ട് ചാർജ് ചെയ്യാനുള്ളത്. ഇത് ടി വിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള HDMI കേബിള്. ഇത് ഓൺ ചെയ്യാനുള്ള കേബിൾ കേട്ടോ. അതുപോലെ തന്നെ ഗെയിം പിന്നെ ഞാൻ അവിടെ വെച്ച് കാട്ടിയെന്നില്ലേ, ഈ 2 ഗെയിമാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ സൈബർ ബങ്കിൻ്റെ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യെല്ലോ കളറിൽ നോക്കിയേ, ഭംഗിയായില്ലേ. ഓ, എൻ്റെ ടീഷർട്ടും ഇത് സെയിം കളറാട്ടാ. സൈബർ പങ്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സാധനം തന്നിട്ടുണ്ട് കേട്ടോ അവർ. ഇതിങ്ങനൊരു സാധനം തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇതൊക്കെ ഒന്ന് പയ്യൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ പയ്യെ കാട്ടിത്തരാം ഗൈസ്. 6 മണിക്ക് അമ്മ വരുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ഈ പെട്ടി മാറ്റട്ടെ കേട്ടോ. പെട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മ സീനാക്കും. അതിവിടെ മാറ്റിക്കോ. അതിൻ്റെ ഇടയിൽ ഇരിക്കുക വെച്ചാൽ ഇത് മാത്രം കണ്ടാൽ മതിട്ടാ. അതവിടെ ഇരുന്നോട്ടാ. ഹലോ ഗൈസ്. അമ്മ നൈറ്റ് ഒക്കെ മാറ്റി നല്ല ഡ്രസ്സിലായിട്ടുണ്ട്. ഇന്നലെ ശരിക്കുള്ള ഞാനൊരു വീഡിയോന്റെ ഔട്ട്രോ ഷൂട്ട് ചെയ്യായിരുന്നു. ഇന്നത്തെ വീഡിയോന്റെ ഔട്ട്രോ ഷൂട്ട് ചെയ്യായിരുന്നു. എന്താ ഇന്നത്തെ തല്ലൂട്ടൊന്നുമില്ല, തല്ലൂട്ടം വെറുതെ. അത് വേറെ ടൈം ലൈൻ ആട്ടോ. അത് ഈ ടൈം ലൈനിൽ വരുന്നതല്ല. ഇത് എന്തിട്ട് സാധനം ജാതി സ്വഭാവം കാണിക്കായിരിക്കും കേട്ടാ. സാമർത്ഥ്യം എന്ന് പറയാ. സാമർത്ഥ്യം ഞാനീ കുടുംബത്തിൽ നിങ്ങളെ പോണില്ലേ? ഞാൻ പോവാ. ഞങ്ങളെങ്ങോട്ട് പോവാനാ? സാധനങ്ങൾ കുടുംബത്തിൽ കയറ്റരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നാ. ഇത് അതിനെന്താ പ്രശ്നം? അല്ല നിങ്ങൾ 24 മണിക്കൂർ മൊബൈലുണ്ട്. പിന്നെ എവിടെ ഇത് കളിക്കാനുള്ള നേരം? അതെന്നെ മെയിൻ പ്രോബ്ലം. അതൊരു കാര്യം. പിന്നെ നിങ്ങളൊന്നിനും കിട്ടില്ല. അതന്നെ ഞങ്ങളെ അമ്മയ്ക്ക് വേണോ? അപ്പൊ അമ്മയ്ക്ക് ഞങ്ങളെ വേണോ? ഒരു സാധനം കൊണ്ടുവന്നേക്കണതാ. ക്യാമറ ഓഫ് ചെയ്തിട്ട് ബാക്കി പറയാം. അതോ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്ട് നിക്കണേ? ക്യാമറ ഓഫ് ചെയ്ത് എന്താളിപ്പൊ ആദ്യമേ ക്യാമറയിൽ കിട്ടിക്കോട്ടെ. ക്യാമറ ഓഫ് ചെയ്തിട്ട് ബാക്കി പറയാം. ഇത് മാത്രമേ ഇപ്പൊ പറയുള്ളൂ. ബാക്കി ക്യാമറ ബാക്ക്. ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ കണ്ടത്. ഇത് എന്ത് സാമർത്ഥ്യ അഹങ്കാരം എന്നാ ഞാൻ പറയാം. അഹങ്കാരല്ലത്. ഞാൻ കാലം കുറേയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം. ഒന്നാമത്തെ ആഗ്രഹിക്കണ്ടൊക്കെ വാങ്ങണില്ലേ? ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടണില്ല. 70,000 രൂപയുടെ സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ 70,000. ആദ്യം 20,000 രൂപയുടെ സൈക്കിള്. ഓക്കെ, അത് കഴിഞ്ഞ് 70,000 സൈക്കിള്. അത് കഴിഞ്ഞ് പിന്നെ 1.5 ലക്ഷത്തിന്റെ സൈക്കിള്. ഇതൊക്കെ നീ ആഗ്രഹിച്ചത് തന്നെയല്ലേ? ആഗ്രഹിച്ചതാണ്. മൊബൈലുകളായാലും നീ ഒക്കെ ആഗ്രഹിച്ചത് തന്നെയല്ലേ? എല്ലാം ആഗ്രഹിക്കുന്നത് മുഴുവനും വാങ്ങണമെന്നൊന്നും ഇല്ല. അതിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. ഈ സാധനം കുടുംബത്ത് പറ്റില്ല. അങ്ങനെയല്ല. ഫോൺ എടുക്ക്. ഫോൺ ഓഫ് ചെയ്യ്. ഈ കുടുംബത്തെ അമ്മയ്ക്ക് കോളാണ്. ക്യാമറ ഓഫ് ചെയ്യണ പ്രശ്നമില്ല. ക്യാമറ ഓഫ് ചെയ്യില്ലടാ. ക്യാമറ ഓഫ് ചെയ്യുന്ന പ്രശ്നമില്ല. ഫുൾ ഇതായിരിക്കും കേട്ടാ. ഫുൾ ഇതായിരിക്കും. ഓഫ് ചെയ്തല്ലേ? ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല. ആഗ്രഹിക്കാതെ ഇരിക്കുമ്പോഴാണ് അതിനൊരു ആഗ്രഹിച്ചൊക്കെ കിട്ടാതിരിക്കുമ്പോഴാണ് അതിനൊരു വാല്യൂ ഉള്ളൂ. അതിനൊരു സമയം കൊടുക്ക്. പണ്ട് ജോളിച്ചൻ പഴയ വീട്ടിലായിരുന്നപ്പോ നമുക്കൊരു കമ്പ്യൂട്ടർ വാങ്ങി തന്നത് ഓർമ്മയുണ്ടാ? ജോളിച്ചന്റെ കമ്പ്യൂട്ടർ അന്ന് മിജോ ചേട്ടൻ വന്നിട്ടേക്ക് അത് ശരിയാക്കിയത്, ഫിറ്റ് ചെയ്തതൊക്കെ. അന്ന് ഒരു ഗെയിം കളിച്ച് അത്രക്ക് ഇഷ്ടമായിരുന്നു. അതെപ്പോഴാ? അതേതാ സമയം? 2000 നാളല്ല, കൊല്ലങ്ങളായി. അത് എത്ര കൊല്ലായി? ഒരു 2010. ഇത് 2025. അപ്പൊ എത്ര കൊല്ലായി? 15 കൊല്ലം. 15. അതന്നെ കൊടുകൈ. അറിയില്ല അത് എന്തൊക്കെ കേസ് എന്നുള്ളത്. അതാണ് അമ്മ ഇത് ഇത്ര വില കൊടുത്ത് ഈ സാധനം ആവശ്യമില്ല. അത് പറയാം മാമ.
അമ്മ അത് അത് പറഞ്ഞു അത്രയ്ക്ക് ഉപകാരമുള്ളതായിരിക്കും. കളിക്കാൻ ചത്തമ്മ കൊടുക്കണം. അല്ല ഞാൻ പറയട്ടെ 15 കൊല്ലായി ഞാൻ ആ ഗെയിം കളിച്ചിട്ട് എനിക്ക് ആ ഗെയിമിങ്ങിന്റെ ഒരു ഇഷ്ടം വന്നിട്ട്. അപ്പൊ 15 കൊല്ലം ഞാൻ കാത്തിരുന്നു. അതൊക്കെ ഒരു കാത്തിരിപ്പല്ലേ, ഒരു ആഗ്രഹം. ഓക്കെ ഞാനുണ്ടല്ല ഈ വീടിന്റെ ഫ്രണ്ടില് ഒരു ചെറിയൊരു ഒരു വ്യത്യാസം വരുത്തണം ഒരു ആഗ്രഹം ഉണ്ടായി. ഈ വീട് പണിതപ്പോ തൊട്ട് ആഗ്രഹിച്ചു തുടങ്ങിയതാ. അതിനു വേണ്ടി അമ്മ ഹാർഡ് വർക്ക് ചെയ്യോ? ആഗ്രഹിച്ചാൽ നടക്കും. അതല്ല കൊടുക്ക. കളിക്കുന്ന സാധനം അപ്പൊ അതുകൊണ്ട് അതാ ചെയ്തോ. കളിക്കണ സാധനം കൊണ്ട് പിന്നെ കളിക്കാം. ആ ഷെയ്ക്കന് ഇങ്ങട് വന്നേ. ആ കളിക്കണ സാധനം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും തുച്ഛമായിട്ടുള്ള വിലക്ക് ഇത് വാങ്ങിയത്. ഈ സാധനം ഇവിടെ നല്ലതല്ലായിരുന്നു, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതല്ല അത് അതിന്റെ ഭവിഷ്യത്തുകൾ പിന്നീട് ഉണ്ടാവും. അതിന്റെ ഒരു ഭവിഷ്യത്തില്ല. അതിലൊരു ഭവിഷ്യത്തില്ല. ഇത് ഞാൻ പറയട്ടെ, ഇത് നോക്ക് ഇത് 2016 ഇറങ്ങിയതാ. 16-18 അല്ല, ഇത് 16 ഇറങ്ങിയതാ. അപ്പൊ അത്രയും വില കുറവ് അതിന്. വിലയുടെയും ഒന്നല്ല. നിങ്ങൾക്ക് ഒന്നാമത് ഒരു പ്രാർത്ഥിക്കാനുള്ള സമയമില്ല, ഒന്നിനും നേരമില്ല. നിങ്ങൾക്ക് ഫുൾ ടൈം മൊബൈൽ നോക്കാൻ ഒരു മൈൻഡ് വരെ ഇല്ല ഇവിടെ. അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ ഇനി തൊട്ട് അമ്മനെ ഹെൽപ്പ് ചെയ്യാം. വേണ്ട, ഹെൽപ്പ് ചെയ്യണ്ട. നിങ്ങൾ ഇത് വാങ്ങിയത് ശരിയല്ല. ഞാൻ പറയട്ടെ, ഇനി പറഞ്ഞ് മനസ്സിലാക്കണ്ട കേസ്. എനിക്കും വയ്യ, എനിക്ക് നീരിപ്പിച്ച പിന്നെ വരാം. 2 hours later. ഇതാ മറിച്ച് പിടിക്ക്. 30 സ്പീഡ് കയറി വരണല്ലോ, ബ്രേക്ക് പിടിക്കണ്ട. ബ്രേക്ക് അതന്നെ കൈ കൊണ്ടകത്തിരിക്കുക. മനസ്സിലായ? കാറ് പറഞ്ഞിട്ടാ പോണേ. പക്ഷെ ഇത് ചെയ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? അമ്മ കാണാണ്ടെടുത്തതാ. ഗൈസ്, അടുത്ത ആള് കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം കോംപ്ലിമെന്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കോംപ്രമൈസ് ആക്കി തുടങ്ങിയിട്ടുണ്ട്. അനിയൻ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അമ്മ വീഡിയോ എടുക്കണത് കണ്ടപ്പോ ഓടിയിട്ടാ കണ്ണൻ വഴി അങ്ങോട്ട് അടുക്കളയിലേക്ക് വേഗം ഓടിയിട്ടാ. അയ്യോ രക്ഷയില്ല കേസ്. സീരനാ ഞാനിപ്പോ കളിച്ചോണ്ടിരിക്കുക.